യുദ്ധങ്ങൾ ജയിച്ച പരിശുദ്ധ ജപമാല നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ബുദ്ധിയും ബോധമുള്ളവർ വേറെ അത് ഉപയോഗിച്ചിട്ട് മാത്രമേ മറ്റുള്ള അതിനേക്കാൾ ഇതുവരെ പ്രൂവൺ ചെയ്യാത്ത വിഷയങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. ഇതൊക്കെ പ്രൂവ് ചെയ്യണേ. ഇപ്പോൾ കണക്കൊന്തൊക്കെ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 50 കൊല്ലം പോലും ആയില്ല. അതൊക്കെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ വിശ്വാസ രാക്ഷസന്മാരൊക്കെ വരുമ്പോൾ പ്രൂവ് ചെയ്യാമായിരിക്കും. പക്ഷേ കണ്ടൻറ്റ് വൈസ് എപ്പോഴും എങ്ങനെയാണ് കൃപാസനം എപ്പോഴും പ്രൊമോട്ട് ചെയ്യണം? എന്താണ്? ജപമാല മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, വേറെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയണത് മറ്റേ തെറ്റാണെന്നല്ല പറയുകയല്ല, അത് സഭ അംഗീകരിച്ചതാണ്. പക്ഷേ മിഷനറിയുടെ പവർഫുൾനെസ് വ്യത്യാസമുണ്ട്. രക്ഷാകര സംഭവങ്ങളെ അഷാദ രഹസ്യം മുതൽ സൊലോമൻ രാജ്ഞിയായിട്ട് മുടിതിരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മാതാവിനെക്കുറിച്ചല്ല ധ്യാനിക്കുന്നത്, സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. രക്ഷാകര സംഭവങ്ങൾ അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അത് ഇത്തിരി പാടുവാണ് ശരിക്കും പറഞ്ഞ്, അതല്ല ശരിക്കും പാടുക. അപ്പോൾ കൃപാസന മിനിസ്റ്ററുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ജപമാല ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അച്ഛന് വേറെ ഒരു ഓപ്ഷൻ തരാനില്ല. കാരണം ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തിയിട്ട് ലളിതമായ എന്തെങ്കിലും ലഘുരൂപങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, അതിൻ്റെ ഒരു റിസൾട്ട് അതിന് ആനുപാതികമായിരിക്കും. ഇപ്പം ജപമാലക്കാണെങ്കിൽ യുദ്ധങ്ങൾ ജയിച്ച ചരിത്രമുണ്ട്, ജനലക്ഷങ്ങളെ മനസ്സാന്തരപ്പെടുത്തിയ തലമുറകളെ അതിജീവിപ്പിച്ച ചരിത്രമുണ്ട്. അത്രയും വലിയ മിഷനറി ചരിത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ അത് മാറ്റിവെച്ചിട്ട് കരുണയായിരിക്കണമെന്ന് മാത്രം ഇങ്ങനെ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വരുന്നത് ബിഗിനേഴ്സിന് കുഴപ്പമില്ല. പക്ഷേ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കലും ഇതിൻ്റെ പേരിൽ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പലരുടെയും ആധ്യാത്മിക തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാര്യം നിങ്ങളിത് കളയാതെ തന്നെ ജപമാല അതിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള കർണക്കൊന്ത പോലുള്ള ചെല്ലേണ്ടതായിരുന്നു. അത് വളരെ സീരിയസ് ആയിട്ട് പറയണതാണത്, വളരെ സീരിയസ് ആയിട്ട്. കാര്യം ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള പല വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് മാതാവ് ഇങ്ങനെ ഒരു സെൻറ്റർ തന്നെ തുടങ്ങി ലോകം മുഴുവൻ എത്ര പെട്ടെന്നാണ് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത ജനലക്ഷങ്ങൾ ഫലം കണ്ട് തുടങ്ങിയത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണ്? ആൾക്കാരെ സാധാരണ പ്രാർത്ഥനകളെക്കാളും ജനങ്ങൾ പ്രഖ്യാപനത്തിലേക്ക് വന്നു, പ്രഖ്യാപനത്തെക്കാളും ജനങ്ങൾ പ്രയോഗത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് അത്രയും വ്യത്യാസം വന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രയോഗങ്ങളാണ്. വിശ്വാസ